കാട്ടാനശല്യം രൂക്ഷമായ ഇടുക്കിയിൽ എലിഫന്റ് പാർക്ക് സ്ഥാപിക്കണമെന്ന് അറക്കുളം പഞ്ചായത്ത് ടൂറിസം കൗൺസിൽ. ഭക്ഷണത്തിനും വെള്ളത്തിനുമായി കാടിറങ്ങുന്ന കാട്ടാനകളെ അവയ്ക്ക് പരിചിതമായ സാഹചര്യത്തിൽ നിലനിർത്താൻ കഴിയും. വയനാട്ടിലും എലിഫന്റ് പാർക്കിനുള്ള സാഹചര്യം ഏറെയുണ്ടെന്ന് സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. രൂക്ഷമായ കാട്ടാനശല്യം പരിഹരിക്കുന്നതിന് ഇടുക്കിയിലും വയനാട്ടിലും എലിഫന്റ് പാർക്ക് നിർമ്മിക്കണമെന്ന് അറക്കുളം പഞ്ചായത്ത് ടൂറിസം കൗൺസിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഈ കഴിഞ്ഞ ഒരു വർഷത്തെ പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും ആന ശല്യത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഇന്നലെയും ഉണ്ട്, മിനിഞ്ഞാന്നും ഉണ്ട്. ഇന്നലത്തെ ഒരു പ്രമുഖ പത്രത്തിൽ മെയിൻ ന്യൂസ് തന്നെ വന്യജീവി ആക്രമണം നേരിടാൻ PRT വരുമെന്നാണ്. PRT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പ്രൈമറി റെസ്പോൺസ് ടീം. ആനശല്യം പരിഹരിക്കാൻ ഒരു ഒറ്റമൂലിയുമായിട്ടാണ് അറക്കുളം പഞ്ചായത്ത് ടൂറിസം കൗൺസിൽ നിന്ന് വന്നിരിക്കുന്നത്. ഒറ്റമൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ, ആനകളെ, അതായത് വനത്തിൽ ജീവിക്കേണ്ട ആനകള് നാട്ടിലിറങ്ങി മനുഷ്യരുടെ ജീവനും സ്വത്തിനും ഭീഷണി സൃഷ്ടിക്കുന്ന ആനകളെ പിടികൂടി അവർക്ക് സ്വൈരമായിട്ട് സഞ്ചരിക്കാനും ഭക്ഷണവും വെള്ളവും കിട്ടാവുന്ന രീതിയിലുള്ള ഒരു ക്രമീകരണം ചെയ്യുക. അതിനാണ് ഞങ്ങൾ ഇടുക്കിയിൽ എലിഫന്റ് പാർക്ക് സ്ഥാപിക്കണം എന്നുള്ള ആവശ്യമായിട്ട് ഈ പത്രസമ്മേളനം നടത്തുന്നത്. ഇടുക്കി, വയനാട് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ആനശല്യമുള്ളത്. ആന മാത്രമല്ല, മറ്റു മൃഗങ്ങൾ. അപ്പം ഈ പാർക്ക് എന്ന് ഉദ്ദേശിക്കുന്ന ഞങ്ങൾ സ്ഥലം പോലും വനം നിശ്ചയിച്ചിട്ടുണ്ട്. ഇടുക്കി വനമേഖലയിൽ നമ്മുടെ അറക്കുളം പഞ്ചായത്തിന്റെയും വാഴത്തോപ്പ് പഞ്ചായത്തിന്റെയും അതിർത്തിയിലുള്ള മീൻമുട്ടി വനമേഖലയിൽ അവിടെ ഒരു തടാകം തന്നെയുണ്ട്, ഇഷ്ടംപോലെ ജലമുണ്ട്, അതിൽ ആന താവളം കൂടിയാണ്. ആ ഭാഗം ക്രമീകരിച്ച് എടുത്തു കഴിഞ്ഞാൽ അവിടെ ആനകളെ, ഈ നാട്ടിലിറങ്ങി ശല്യം ചെയ്യുന്ന ആനകളെ പിടികൂടി ഈ മേഖലയിലേക്ക് ആക്കിക്കഴിഞ്ഞാൽ, അതൊരു പാർക്ക് ആക്കിയാൽ ഇടുക്കി ജില്ലയുടെ വിനോദസഞ്ചാര മേഖലയിൽ ഒരു വലിയ മാറ്റത്തിനും കൂടി വേണ്ടിയിരിക്കും. ഭക്ഷണത്തിനും വെള്ളത്തിനുമായി കാടിറങ്ങുന്ന ആനകളെ അവയ്ക്ക് പരിചിതമായ സാഹചര്യത്തിൽ നിലനിർത്താനുള്ള സാഹചര്യം ഒരുക്കിയാൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകാൻ സാധിക്കുമെന്ന് അവർ പറഞ്ഞു. ഇടുക്കി വനമേഖലയിൽ അറക്കുളം, വാഴത്തോപ്പ് പഞ്ചായത്തുകളുടെ അതിർത്തിയായ മീൻമുട്ടിയിൽ എലിഫന്റ് പാർക്കിനുള്ള വിശാല സൗകര്യങ്ങളുണ്ട്. തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയോരമാണിത്. വിശാലമായ പുൽമേടുകളും ജലസമൃദ്ധിയും ഇവിടെയുണ്ട്. സഞ്ചാരികൾക്ക് എത്തിപ്പെടാനുള്ള സൗകര്യവും ഉണ്ട്. ഇത്തരമൊരു പാർക്ക് ഒരുക്കിയാൽ അത് ടൂറിസം മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകുമെന്നും അവർ പറഞ്ഞു. എലിഫന്റ് പാർക്കിനോടനുബന്ധിച്ച് ഡീർ പാർക്ക്, സ്നേക്ക് പാർക്ക് എന്നിവയും ഒരുക്കാൻ കഴിയും. കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ തുക വകകൊള്ളിച്ചിട്ടുള്ള മൂലമറ്റം നാടുകാണി എയർകാർ പദ്ധതി, കുളമാവ് വടക്കേപ്പുഴ ഹൈഡൽ ടൂറിസം പ്രോജക്റ്റ്, കാഞ്ഞാർ വാട്ടർഷെഡ് തീം പാർക്ക് എന്നിവ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും സംഘടനാ നേതാക്കളായ സണ്ണി കുട്ടുങ്കൽ, ജോസ് ഇടക്കര, സന്തോഷ് കുമാർ KR എന്നിവർ ആവശ്യപ്പെട്ടു.